ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൊഫൈലിനെ പറ്റിയാണ്. നമ്മൾ SSLC പബ്ലിക് എക്സാം 2025 ഷുവർ ആയിട്ട് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 6 മാർക്കിന് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. ഒരിക്കലും അത് വിട്ട് കളയരുത്. 6 മാർക്ക് വലിയ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, എളുപ്പത്തിൽ 6 മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊഫൈല്. അത് വിട്ട് കളയരുത്. ഓക്കെ, അപ്പം അത് പാടാന്ന് പറയുന്നവർക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ മുഴുവനും ഇരുന്ന് കാണുക. പിന്നെ ഫോർമാറ്റ് ലെറ്ററിന്റെ അതുപോലെ ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എല്ലാം ഫോർമാറ്റ് ലെറ്റർ അല്ല, ഫോർമൽ ലെറ്ററിന്റെ ന്യൂസ് റിപ്പോർട്ടിന്റെ എല്ലാം ഫോർമാറ്റ് നമ്മുടെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. എല്ലാം അതും പാടുള്ളവർ ഒന്ന് പോയി കാണുക. അപ്പം ഇന്ന് നമ്മൾ പ്രൊഫൈലാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കുക, ഫസ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുക. ഫസ്റ്റ് നമ്മൾ ഡേറ്റ്, ഇയർ, മന്ത്, ഡേറ്റ് ഒക്കെ എഴുതുമ്പം ഓൺ ആണോ ഇന്നാണോ വരുന്നതെന്ന് നോക്കുക. അതൊക്കെ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ പോയി ഓക്കെ ഓക്കെ ഇതെപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ ജനിക്കുന്ന സമയം. ഓക്കെ, ജനിക്കുമ്പോൾ എഴുതാൻ ബോൺ ഇൻ ആണോ ബോൺ ഓൺ ആണോ എഴുതുന്നത് എന്ന് എഴുതാൻ എനിക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബോൺ എന്ന് പറഞ്ഞെഴുതുമ്പം നമുക്ക് സംശയം വരുന്നുണ്ട്. ബോൺ ഇൻ ആണോ ബോൺ ഓൺ ആണോ എന്ന് പറഞ്ഞ് ചിലർക്ക് സംശയം വരാം. അത് കഴിഞ്ഞ് പാസ്ഡ് അവേ, മരിക്കുന്ന സമയത്ത് മരിക്കുന്ന ആ ഒരു ഇത് എഴുതുമ്പോൾ പാസ്ഡ് അവേ ഓൺ ആണോ പാസ്ഡ് അവേ ഇൻ ആണോ എഴുതുന്നതെന്ന് സംശയം വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില അവാർഡൊക്കെ വരുമ്പോൾ പത്മശ്രീ ഇൻ 1957 എന്ന് കാണും, പത്മശ്രീ ഓൺ 1957 ആണോ എന്നൊക്കെ ഡൗട്ട് വരാം. അപ്പം അവാർഡ്സ് അങ്ങനെ ഈ ഒരു ഡേറ്റ് വരുന്ന വർഷങ്ങൾ വരുന്ന എല്ലായിടത്തും ഇന്നാണോ ഓണാണോ ചേർക്കുന്നതിനുള്ള ഡൗട്ട് വരും. അതൊന്ന് മാറ്റുകയാണ് ഫസ്റ്റ് കണ്ടത്. അപ്പം എങ്ങനെയാണ് നോക്കുക, ഈ ഒരു വർഷം മാത്രം വരികയാണ്. ഇവിടെ നോക്കുക 1934 അങ്ങനെ മാത്രം, ഈ ഒരു ഇയർ മാത്രം അല്ലെങ്കിൽ ഇയറും മന്ത് മാത്രമാണ് തരുന്നെങ്കിൽ അവിടെ ഇന്ന് ചേർക്കുക. ഇയറും മന്തും ഡേറ്റും മൊത്തം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺ ചേർക്കുക. ഓക്കെ, 1934 ഇയർ മാത്രമാണെങ്കിൽ അവിടെ ഇന്ന് ചേർക്കുക. ഇയറും മന്തും ഡേറ്റും മൊത്തം തന്നിട്ടുണ്ടെങ്കിൽ ഓൺ ചേർക്കുക. ഇയറും മന്തും മാത്രമാണെങ്കിലും ഇൻ ചേർക്കുക. ഇതുപോലെ തന്നെയാണ് ജനിക്കുമ്പോഴും അതുപോലെ മരിക്കുമ്പോഴും ഇത് തന്നെ. ഇയർ 1850 ഇയർ മാത്രമാണെങ്കിൽ ഇന്ന, ഇയറും മന്തും ഡേറ്റും മാത്രമാണെങ്കിൽ ഇയറും മന്തും ഡേറ്റും ആണെങ്കിൽ ഓൺ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കുക. അടുത്തത് പ്ലേസ് വരുമ്പോൾ മിന്നാണോ അറ്റാണോ എഴുതുന്നതിന് പലർക്കും ഡൗട്ട് കാണും. അതും നമുക്ക് ക്ലിയർ ആക്കിപ്പം. മെയിൻ പ്ലേസ്, അതായത് ഒറ്റ പ്ലേസ് മാത്രമാണെങ്കിൽ അവിടെ ഇൻ ചേർക്കുക. 2 പ്ലേസ് ഉണ്ടെങ്കിൽ, മെയിൻ പ്ലേസും ലോക്കൽ പ്ലേസും ഉണ്ടെങ്കിൽ അവിടെ അറ്റ് ചേർക്കുക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം നോക്കുക. മിന്നൽ മുരളി വാസ് ബോൺ ഇൻ കേരള. മിന്നൽ മുരളി വാസ് ബോൺ ഇൻ കേരള. ഇന്ന് അവിടെ ഉദ്ദേശിച്ചതിനർത്ഥം ഇവിടെ ഒറ്റ പ്ലേസ് മാത്രമേ തന്നിട്ടുള്ളൂ. കേരള എന്ന് പറയുന്ന ഒറ്റ പ്ലേസ് മാത്രമേ തന്നിട്ടുള്ളൂ. അടുത്ത നോക്കുക, മിന്നൽ മുരളി വാസ് ബോൺ അറ്റ് വടകര ഇൻ കേരള. വടകരയിലെ കേരള എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ അറ്റ് കൊടുക്കുക, അതിനുശേഷം ഇൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറ്റ് പഠിച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. മിന്നൽ മുരളി വാസ് ബോൺ ഇൻ വടകര കേരള. ഇവിടെ അപ്പം ഇതിനെ അടുത്തുകൊണ്ട് അറ്റ് എഴുതി വെക്കരുത്, അല്ലെങ്കിൽ അറ്റോ ഇന്നോ എഴുതി വെക്കരുത്. അത് തെറ്റാണ്. ഈ ഇന്നാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ പിന്നെ കൊടുക്കരുത് ഇന്ന്. അറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇന്ന് കൊടുക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് എഡിറ്റിങ്ങിനോ പ്രപ്പോസിഷനോ ചോദിക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ചോദിക്കാം. ഓക്കെ, അതിന് ഒരു നോട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരു A+ ഒന്ന് കൂടണമെങ്കിൽ നിങ്ങൾ പലരും ചിലപ്പോൾ ഹീവാസ് അവാർഡ് എന്നായിരിക്കും എഴുതുന്നത്. അപ്പം ആ ഒരു പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു അരോചകം തോന്നും. കാരണം എല്ലാവരും ഹീവാസ് അവാർഡ് എഴുതുമ്പോൾ ഒരാള് ദ നേഷൻ ഹോണേഡ് ഹിം എന്നും പറഞ്ഞ് എഴുതുകയാണെങ്കിൽ, പെട്ടെന്ന് മൈൻഡ് ആ ഒരു കണ്ണ് അവിടെ സ്റ്റക്ക് ആവുകയും ആ ഒരു സൈറ്റ് കിട്ടുകയും ഒരു നോക്കുന്ന ടീച്ചറിന് ഇംപ്രഷൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ ഒപ്പീനിയൻ പ്രകാരം ഹീവാസ് അവാർഡ് എന്ന് പറഞ്ഞ അവാർഡിന്റെ പേര് എഴുതുന്നതിന് പകരം ദ നേഷൻ ഹോണേഡ് ഹിം എന്ന് പറഞ്ഞ് സംബോധന ചെയ്തിരുക. ഇനി വേറൊരെണ്ണം പറയാൻ ഞാൻ ഇവിടെ സ്ലൈഡിൽ ആഡ് ചെയ്യാത്തതാണ്. നമുക്ക് നോട്ടബിൾ വർക്ക്സ് തരുമ്പം കുറച്ച് പേര് എഴുതുന്നതായിരിക്കും, എഴുതാന്നില്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. ദ നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അങ്ങനെ എഴുതാതെ ദ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ എഴുതുമ്പം പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് ഇംപ്രഷൻ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. ബോൺ തന്നിട്ടുണ്ട്, ഫേമസ് ആസ്, നോട്ടബിൾ വർക്ക്സ്, അവാർഡ്സ് ഉണ്ട്, ഡൈഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ വെച്ചൊരു പ്രൊഫൈൽ എഴുതാം. നിങ്ങൾ വേണേൽ ഇവിടെ ഒന്ന് പോസ് അടിച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ആക്കി നോക്കാം.
ഓക്കെ, ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ 19th January 1908. എന്തുകൊണ്ടാണ് ഓണ് വന്നതെന്നും പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഇന്ന് വന്നു എന്നും ഞാൻ പറഞ്ഞു. ഇൻ കേരള ഹി വാസ് ഫേമസ് ആസ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, എക്സെട്ര. ഇവിടെ നോട്ടബിൾ വർക്ക്സ് ആറെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് എന്നോ കൊടുക്കുക. ഇൻക്ലൂഡിംഗ് എന്ന് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ആ ഒരു A+ വരാനുള്ള സാധ്യത കൂടുതൽ. ഇനി ദ നേഷൻ ഹോണേഡ് ഹിം പത്മശ്രീ ഇൻ 1982. ദ നേഷൻ ഹോണേഡ് ഹിം, അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു A+ നിർണ്ണയിക്കുന്ന പോയിന്റ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇംപ്രഷൻ കൂടുള്ളൂ. ദ നേഷൻ ഹോണേഡ് ഹിം പത്മശ്രീ ഇൻ 1982. ഇൻ വരാനുള്ള സാധ്യത എല്ലാം ഞാൻ പറഞ്ഞു. ഹി പാസ്ഡ് അവേ ഇൻ 1994. അവിടെയും ഇന്ന് വരാനുള്ള സാധ്യത ഞാൻ പറഞ്ഞു. അടുത്തത് വേറൊരു പ്രൊഫൈലോട് നോക്കാം. റസ്കിൻ ബൂണിന്റെ പ്രൊഫൈലാണ്. ബൂൺ തന്നിട്ടുണ്ട് നാഷണാലിറ്റി, ഓക്യുപ്പേഷൻ, പേരൻസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അവാർഡ്സ്, ഇത്രയും തന്നിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഇത് സ്കൂളിംഗ് ആണ് കേട്ടോ, സ്കൂളിംഗ് ആണ്. നോക്കുക, റസ്കിൻ ബോണ്ട് വാസ് ബോൺ ഓൺ May 19, 1934. അപ്പം എവിടെ ജനിച്ചത് നോക്കുക, May 19 ഓക്കെ, May 19, 1934 ജനിച്ചത്. ഓണാണ് അവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓണ് വന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ ഓണ് വന്നത്? മൊത്തം ഡേറ്റ്, മന്ത്, ഇയർ മൊത്തം തന്നുകൊണ്ടാണ് അവിടെ ഓണ് വന്നത്. പിന്നെ ഇവിടെ ഇൻ കാരണം ഒറ്റ ഒരു പ്ലേസ് ആണ്, ഇൻ കൗസലി. ഹി ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ. ഹി ഈസ് ഫേമസ് ആസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. ഹിസ് പേരൻസ് ആർ എർത്ത് ക്ലാർക്ക് ആൻഡ് ഓബ്രി അലക്സാണ്ടർ ബോൺ. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഫ്രം ബിഷപ്പ് കോട്ടൺ സ്കൂൾ ഇൻ ഷിംല. ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇൻക്ലൂഡ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു A+ പോയിന്റ്. ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഇൻക്ലൂഡ് അവർ ട്രീസ് ഷിൽ ഗ്രോ ഇൻ ഡെഹ്റ. അതെന്തുകൊണ്ടാണ്? അതായത് കഥയുടെ പേരാണ് എങ്കിലും ഇൻ ഡെഹ്റ എന്ന് പറയുന്ന സ്ഥലമാണ്, ഒറ്റൊരു സ്ഥലമായിട്ടാണ് അവിടെ ഇന്ന്. എ ഫ്ലൈറ്റ് ഓഫ് പീജിയൻ ആൻഡ് ദ ബ്ലൂ അംബ്രല്ല. ഹി ബാക്ക്ഡ് ജോൺ ലോൺ പ്രൈസ് ഇൻ 1957. ഇന്ന് വന്നതിന്റെ കാരണം അവിടെ വർഷം ഉള്ളതുകൊണ്ടാണ്, വർഷം മാത്രമേ ഉള്ളൂ. പത്മശ്രീ ഇൻ 1999. അതുപോലെ തന്നെ പത്മശ്രീ ഇൻ 2014, പത്മഭൂഷൺ ഇൻ 2014 ആൻഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1992. ഇവിടെ എല്ലാം ഇന്ന് വന്നതിന് കാരണം വർഷം മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അവിടെ വർഷം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ആരും വിട്ടുകളയരുത്, വിട്ടുകളയാൻ പറ്റത്തില്ല പ്രൊഫൈല്, അല്ലേ? യെസ്, ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫോർമൽ ലെറ്റർ, ന്യൂസ് റിപ്പോർട്ട്, അതെല്ലാം ടഫ് ഉള്ളവർ ചാനലിൽ കയറി നോക്കുക. നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.